ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു 7-ാം ഭാഗം തുടർമാനമായി കേൾക്കാം. ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിൻ്റെ ആഭിമുഖ്യത്തിലുള്ള അധികൃത തർജ്ജിമ ഓതറൈസ്ഡ് വേർഷൻ 47 പണ്ഡിതന്മാർ ചേർന്ന് 4 കൊല്ലം കൊണ്ട് AD 1611 പൂർത്തിയാക്കി. ഇതിനാണ് KJV എന്ന് പറയുന്നത്. പിന്നീട് 52 ഇംഗ്ലീഷ് പണ്ഡിതന്മാരും 36 അമേരിക്കൻ പണ്ഡിതന്മാരും കൂടി ചേർന്ന് 1898 പരിഷ്കരിച്ച ഇംഗ്ലീഷ് ഭാഷാന്തരം ദ റിവൈസ്ഡ് വേർഷൻ പൂർത്തീകരിച്ചു. എന്നാൽ നമുക്ക് ലഭിച്ച മലയാളം ബൈബിളിലേക്ക് നാം നോക്കുമ്പോൾ AD 1811 സെറാംപൂർ കോളേജ് വൈസ് പ്രിൻസിപ്പലും CMS മിഷണറിയുമായിരുന്ന ക്ലോഡിയസ് ബുക്കാനൻ 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തികളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇത് ബോംബെയിൽ കൊറിയർ പ്രസ്സിൽ അച്ചടിക്കുവാൻ ഇടയായെങ്കിലും അന്നത്തെ തമിഴ് കലർന്ന മലയാള ഭാഷയുടെ പോരായ്മകളും മറ്റു ചില കാരണങ്ങൾ നിമിത്തം ഇതിന് കാര്യമായ പ്രചാരം ലഭിച്ചില്ല. അതുകൊണ്ട് പിന്നീട് 1819 കോട്ടയത്ത് വെച്ച് റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലി സ്വന്തമായി നിർമ്മിച്ച പ്രസ്സിലാണ് മലയാള ഭാഷയിൽ ആദ്യമായി അച്ചുകൾ നിരന്നതും പുതിയ നിയമത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ അച്ചടിക്കപ്പെട്ടതും മലയാളത്തിൽ ആദ്യമായി അച്ചടി നടന്നതും അതുപോലെ ബൈബിൾ ഭാഗങ്ങളാണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം അവകാശപ്പെടാം. ലോകത്തിൽ അനേകം ഭാഷകൾക്കും അക്ഷരങ്ങൾ കണ്ടുപിടിച്ചതും അച്ചടി തന്നെയും ഉണ്ടായി വന്നതും ഈ ബൈബിളിനോട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. 1829 റവറൻ ബെഞ്ചമിൻ ബെയ്ലി പുതിയ നിയമത്തിൻ്റെ പരിഭാഷ ആരംഭിച്ചു. 1835 അത് പൂർത്തീകരിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം 1841 തൻ്റെ തന്നെ പരിശ്രമത്തിൽ മലയാളം ബൈബിൾ അച്ചടിക്കുകയുണ്ടായി. ഈ വിവർത്തന യജ്ഞത്തിൽ ഈ ബെയ്ലിയുടെ സഹായികളായി ഉണ്ടായിരുന്നത് കൊച്ചിയിൽ താമസിച്ചിരുന്ന എബ്രായ ഭാഷ പണ്ഡിതൻ മോസസ് ഇസാർവതിയും അതുപോലെ സംസ്കൃത ഭാഷാ പണ്ഡിതനായിരുന്ന വൈദ്യനാഥ അയ്യരും ഇംഗ്ലീഷ് മലയാളം ഭാഷകളിൽ പണ്ഡിതനായിരുന്ന ചാത്ത് മേനോൻ എന്നിവരുമായിരുന്നു. 1854 ഗുണ്ടട്ട് എന്ന ജർമ്മൻ മിഷണറി തലശ്ശേരിയിൽ നിന്നും പുതിയ നിയമത്തിൻ്റെ മറ്റൊരു തർജ്ജിമ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പിന്നീട് ബാസൽ മിഷൻ്റെ ചുമതലയിൽ പഴയ നിയമത്തിൻ്റെ ചില ഭാഗങ്ങളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ലണ്ടൻ മിഷൻ, ചർച്ച് മിഷൻ, മാർത്തോമ, യാക്കോബായ എന്നീ ക്രിസ്തീയ സഭാ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റി റവറൻ JM ഫ്രിറ്റ്സിൻ്റെ അധ്യക്ഷതയിൽ W ഡിൽഗറും റവറൻ സ്റ്റീഫൻ ചന്ദ്രൻ, D കോശി, കോവൂരച്ചൻ, കിട്ടായി മേനോൻ എന്നിവരുടെ സഹകരണത്തോടെ പുതിയ നിയമം 1889 മുഴു ബൈബിൾ 1911 പ്രസിദ്ധീകരിച്ചു. ഇത് മംഗലാപുരത്താണ് ആദ്യം അച്ചടിച്ചത്. ഇപ്പോൾ പ്രചാരത്തിലിരിക്കുന്ന മലയാളം ബൈബിൾ ഇതാണ്. 1858 മന്നാനം പ്രസ്സിൽ നിന്നും സുറിയാനി ഭാഷയിൽ നിന്നും പുതിയ നിയമത്തിൻ്റെ മലയാളം വിവർത്തനം പുറത്തിറക്കി. 1981 കേരള കത്തോലിക്കർ തങ്ങളുടെ POC ബൈബിൾ പ്രസിദ്ധീകരിച്ചു. 1236 കാർഡിനൽ ഹ്യൂഗോ വേദപുസ്തകത്തെ അധ്യായങ്ങളായി തിരിച്ചു. 1551 റോബർട്ട് സ്റ്റീഫൻസ് വാക്യങ്ങളായും തിരിക്കുകയുണ്ടായി. ഓരോ വേദഭാഗങ്ങളും കണ്ടുപിടിക്കുവാൻ ഈ വിഭജനങ്ങൾ സഹായമായി തീർന്നു. എന്നാൽ യഹൂദന്മാർ അപ്പോക്രിഫ ഇല്ലാത്ത പഴയ നിയമം മാത്രമാണ് ദൈവവചനമായി അംഗീകരിച്ചിരിക്കുന്നത്. പാപിയായി തീർന്ന മനുഷ്യൻ്റെ വീണ്ടെടുപ്പിനായി ദൈവം ഒരുക്കിയ ഏക രക്ഷാമാർഗം യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെ എന്നതാണ് ഈ പഴയ പുതിയ നിയമങ്ങളുടെ പൊതുവായ സന്ദേശം. നാം ഇതുവരെ ബൈബിൾ എഴുതപ്പെട്ട കാലത്തെക്കുറിച്ചും രചയിതാക്കളെക്കുറിച്ചും വേദപുസ്തകത്തിൻ്റെ ആധികാരികതയും അതുപോലെ ദൈവാത്മാ നിശ്വസ്തതയെക്കുറിച്ചുമൊക്കെയും കേൾക്കുവാൻ ഇടവന്നു. 1910 ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ബൈബിളാണ് ഇന്ന് ഏറ്റവും അധികം പ്രചാരത്തിലിരിക്കുന്ന സമ്പൂർണ്ണ ബൈബിൾ. സങ്കീർത്തനം 119 105 വാക്യം ഇങ്ങനെ പറയുന്നു: നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.